ഒരു വിക്ടിമാണ്. പക്ഷെ നമുക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ എല്ലാവരും ആക്സിഡന്റ്സിനെ പറ്റി സംസാരിച്ചു. നമുക്ക് കുറെ ആക്സിഡന്റുകളെ പറ്റി കേൾക്കുന്ന ഇഷ്ടമല്ല. അത് നമ്മളെ അസ്വസ്ഥരാക്കും. കാരണം അതിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരവസ്ഥ കണ്ടിട്ട് തിരിച്ച് ലൈഫിലേക്ക് വന്ന് അതിനോട് പടവെട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. സിയാദ് റഹ്മാൻ സർ പറഞ്ഞ പോലെ എന്റെ വീഡിയോ സർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഞാൻ ആ വീഡിയോയിൽ ശരിക്കും എന്റെ ആക്സിഡന്റിനേക്കാൾ കൂടുതൽ അതിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവർ ഓരോരുത്തരും പിന്നീട് ഞാൻ അവരെ അന്വേഷിച്ചപ്പോ JCB ഡ്രൈവേഴ്സ്, കണ്ടക്ടേഴ്സ്, സാധാരണ ലോക്കലി ആലപ്പുഴ ഏരിയയിലുള്ള ആളുകളാണ്, പയ്യന്മാരാണ്. അതാണ് ഇൻ കോഡ്സ്, അതായത് യങ്സ്റ്റേഴ്സ് ആണ്. അവര് ഒരു ദിവസത്തെ ജോലിയൊക്കെ വിട്ടിട്ട് ഒരു ആക്സിഡന്റ് നടന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർ ഓടി വരും. ചിലപ്പോൾ ആംബുലൻസ് വേണമായിരിക്കും, ചിലപ്പോൾ ബ്ലഡ് വേണമായിരിക്കും, അവരവിടെ ഉണ്ടാവും അവസാനം വരെ. അങ്ങനെ കുറച്ച് പേരാണ് ആ സമയത്ത് എന്നെ അസിസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ ഒരു മനസ്സുണ്ടല്ലോ, ഇവരിനി എന്നെ ഉപദ്രവിക്കാനാണോ, ആരുമില്ല എന്റെ ചുറ്റും, ഞാനൊരു എങ്ങുമില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടാണ് ആക്സിഡന്റിൽ പെടുന്നത്. എന്റെ കുട്ടി ഉണ്ടായിരുന്നു, എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഒരു മനോഹരമായ ജീവിതമായിരുന്നു എന്റെ, സ്വപ്നതുല്യം എന്നൊക്കെ പറയാം. ഇപ്പൊ അങ്ങനെ അല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ബൈ ഗോഡ്സ് ഗ്രേസ്. അപ്പൊ ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ ആ കുഞ്ഞിനെ കാണുമ്പോൾ ഞാൻ ആലോചിച്ചത് എന്റെ മകനെയാണ്. ബിക്കോസ് എന്റെ ഭർത്താവിന്റെ 44 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾക്ക് കുട്ടി ഉണ്ടാവുന്നത്. അപ്പൊ എത്ര ലേറ്റ് ആണ് എന്ന് മനസ്സിലാവും. ഞങ്ങൾ തമ്മിൽ 14 വയസ്സിന്റെ വ്യത്യാസമാണ്. പക്ഷെ ബ്യൂട്ടിഫുൾ ലൈഫായിരുന്നു. കുട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോ ഈ സ്റ്റാർട്ടഡ് സെലിബ്രേറ്റിംഗ്, ഞങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആയി. അപ്പോ കുട്ടിക്ക് 7 മാസം ഉള്ളപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതിന്റെ വളരെ ഇലാബറേറ്റഡ് വേർഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാനും എന്റെ ഹസ്ബൻഡും കുട്ടിയും കൂടി നാട്ടിലേക്ക് പോകണം, മാവേലിക്കരയിലേക്ക്. കൊച്ചിയിൽ നിന്ന് മാവേലിക്കരയിലേക്ക്. ഹസ്ബൻഡ് വീട് അവിടെയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കണം, കെയർഫുൾ ആവണം എന്നൊക്കെ പറയും. അതിന്റെ ഒരു മൂർത്തിമത് ഭാവമാണ് എന്റെ ഭർത്താവ്. അതായത് ആള് പുറത്തൊക്കെ ആയിരുന്നു. അപ്പൊ പുറത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതികളുണ്ട്, സ്പീഡ് ലിമിറ്റ്സ് ഒക്കെ വെച്ചിട്ട്. മാത്രമല്ല കുട്ടികളെ ഈ ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ 5 വയസ്സ് വരെ കാർ സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിൽ ഇരുത്തിയിട്ടേ കൊണ്ടുപോകുള്ളൂ. ബാക്കിൽ ഒരു ചെറിയ സീറ്റ് ഉണ്ടാവും, അതിൽ ക്ലിപ്പൊക്കെ ഇട്ടിട്ട്. അപ്പൊ 7 മാസമായ കുട്ടിയായതുകൊണ്ട് കിടക്കുന്ന കാർ സീറ്റ് ഉണ്ട്, അതിനകത്ത് ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കൊണ്ടുപോവുക. അങ്ങനെ തന്നെയാണ് ഇയാളെയും കൊണ്ടുവരുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ നിമിത്തങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ വിശ്വസിക്കുന്നുണ്ടായില്ല. പക്ഷെ ഈ ആക്സിഡന്റ് ഒരു 10 മിനിറ്റ് മുന്നേ കുട്ടി അലറി അങ്ങോട്ട് കയറുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കാർ സീറ്റിൽ വല്ല ഉറുമ്പോ മറ്റോ കടിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ച് ഈ കുഞ്ഞിനെ ഞാൻ എടുക്കുകയും കുട്ടി എന്റെ മേലേക്ക് മുഴുവൻ കക്കി എന്ന് നമ്മൾ പറയും, ശബ്ദിക്കുകയും ചെയ്തു. അപ്പം വാഷ് ചെയ്തു, കുറെ ടൈം എടുത്തു. ചിലപ്പോൾ 10 മിനിറ്റ് അവിടെ നിന്നില്ലായിരുന്നെങ്കിൽ ഈ ആക്സിഡന്റ് ഞങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ 10 മിനിറ്റ് അവിടെ നിന്നു. കുട്ടിയെ ബാക്കിൽ കാർ സീറ്റിൽ കിടത്താൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, കരയാ. അപ്പൊ കുട്ടി എന്റെ മടിയിലെത്തി. അതായത് ആക്സിഡന്റിൽ ഞങ്ങൾ 3 പേരുണ്ട്. സോ ഈ വണ്ടി, ഞാൻ അദ്ദേഹത്തെ പേരൊന്നും പറയുന്നില്ല, കേസൊക്കെ കുറെ കാലമായിട്ട് നടക്കുന്നു. അപ്പം ആ വ്യക്തി ഒന്ന് ഓവർടേക്ക് ചെയ്തതാണ്. അപ്പോ നമ്മൾ കെയർഫുൾ ആയാലും പോരാ, ഓപ്പോസിറ്റ് വരുന്ന ആൾ കെയർഫുൾ ആവണം. നേരെ ഞങ്ങളുടെ സ്വിഫ്റ്റ് കാറായിരുന്നു. സ്വിഫ്റ്റ് കാർ പപ്പടമായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ നമ്മള് ഡിസ്നിലാൻഡിൽ പോയാൽ പോലും കിട്ടാത്ത തരം അഡ്വഞ്ചർ ആണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടിയത്. കാരണം ഞാൻ നേരെ നോക്കിയിരിക്കുമ്പോ ഒരു കാറ് മുന്നിലേക്ക് വരുന്നു, ഹെഡ് ഓൺ ബാങ് ആവണം. അതായത് എനിക്കറിയാം ഇപ്പൊ ഇടിക്കുന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നോക്കിയിരിക്കുക. ഇടി കൊണ്ട് ഉടനെ കാറ് 3 വട്ടം കറങ്ങാണ്. ഒരു അഡ്വഞ്ചർ റൈഡിലും ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കിട്ടൂലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു തീർന്നു, ഞാൻ മരിച്ചു, എന്റെ ജീവിതവും തീർന്നു. എന്നെ ആരോ വലിച്ചെറിയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ പ്രിയപ്പെട്ട നമിത ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമിതയ്ക്ക് ചിരി വന്നേനെ ഇനി ഞാൻ പറയാൻ പോകുന്ന കേട്ടിട്ട്. കാരണം ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറഞ്ഞിട്ട് നമിത ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമയില് നമിതയ്ക്ക് ഓർമ്മ പോകും, കാരണം ഒരു ആക്സിഡന്റ് ആണ്. ആക്സിഡന്റിൽ നമിത പോയി ഗ്ലാസ്സിൽ ഇടിക്കുന്നു, ഗ്ലാസ്സിൽ നിന്ന് പുറത്ത് വീഴുന്നു, ഫ്രണ്ടിലേക്ക് വീഴുന്നു, എന്നിട്ട് ഹോസ്പിറ്റലാവുന്നു, ബ്രെയിൻ ഇഞ്ചുറി. അതാണ് കഥ. ശരിക്കും ആ സീൻ കണ്ടപ്പോ ഞാൻ ചിരിച്ചുപോയി. അത് ഇൻസെൻസിറ്റിവിറ്റി കൊണ്ടല്ല ചിരിച്ചത്, എനിക്ക് സെയിം തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ നായിക ICUയിൽ കിടക്കുമ്പോൾ ഇവിടെ ഒരു ബാൻഡേജ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ചിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് എന്റെ തല പോയി ഗ്ലാസ്സിൽ ഇടിച്ച് ഞാൻ സീറ്റിൽ തിരിച്ചു വന്നിരുന്നപ്പോ ഞാൻ കണ്ടത് എന്റെ മുഖം ആ ഗ്ലാസ്സിൽ തൂങ്ങി കിടക്കുന്നതാണ്. ഇത്രയും ഭാഗം മുഖത്തിന്റെ ഈ പോർഷൻ, മൂക്കിന്റെ ഈ പോർഷൻ, ചുണ്ട് എല്ലാം ഊരിപ്പോയി ഫേസിൽ നിന്ന്. അതാണ് എനിക്ക് സംഭവിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ നല്ല ഭംഗിയായിട്ടിരിക്കുന്നില്ലേ? 8 വർഷം മുന്നെയാണ് സംഭവം. അപ്പൊ ശ്രീ മണികണ്ഠൻ പറഞ്ഞു പെട്ടെന്ന് കരയുന്നു. എന്റെ പ്രശ്നം ഞാൻ കരയത്തില്ല, അതാണ് എന്റെ പ്രശ്നം. എന്തു വന്നാലും ഞാൻ അപ്പൊ ഫ്ലിപ്പാവും. നല്ലതാണോ ചീറ്റാണോ എന്നറിയില്ല, ഇനി ഭാവിയിൽ ഇതൊക്കെ ഇവിടെ അടിച്ചു കയറി വരുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ അപ്പൊ തന്നെ സൊല്യൂഷനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കും. പ്രോബ്ലം വന്നാൽ ഇമോഷൻ പുറകെ വരും, സൊല്യൂഷൻ ആദ്യം വരണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ
എനിക്ക് മനസ്സിലായി എന്റെ മുഖം പോയി എന്നുള്ളത്. ഇപ്പൊ ശ്രീ മണികണ്ഠന് വെപ്പ് പല്ലാണെങ്കിൽ എനിക്കിപ്പോ വെപ്പ് കൺപോളയാണ്, കാലിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്ന കൺപോളയാണ്. ഇപ്പൊ 2014 ഈ സംഭവം നടക്കുന്നത്. ഈ മാസം ഞങ്ങളുടെ സെലിബ്രേഷൻ മാസമാണ്, നവംബർ 8 ഇത് സംഭവിച്ചത്. എല്ലാ നവംബർ 8 ഞെട്ടിപ്പോണെന്നല്ലേ, നോട്ട് നിരോധനം, ഞങ്ങളുടെ ആക്സിഡന്റ്, അങ്ങനെ ഒരു റീബർത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മാസമാണിത്. ഞങ്ങളെല്ലാവരും, എന്റെ ഹസ്ബൻഡ്, ഞാൻ, കുട്ടി ജനിച്ചത് മാർച്ചിലാണ്. അത് ഞങ്ങളുടെ ബർത്ത് മന്ത് ആണെങ്കിൽ ഒരു 8 വർഷങ്ങൾക്ക് മുന്നേ ഇത് ഞങ്ങളുടെ ഡെത്ത് മന്തായി മാറേണ്ട ഒരു സീനായിരുന്നു. സോ ആക്സിഡന്റിന് ശേഷം എന്റെ ബ്രെയിൻ പെട്ടെന്ന് വർക്ക് ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഞാൻ മരിച്ചു, പക്ഷെ എനിക്ക് എവിടെയാണ് ഞാൻ നിൽക്കണമെന്ന് അറിയില്ല. കാരണം ഹരിപ്പാട് KV ജെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചാണ് ആക്സിഡന്റ് ആവുന്നത്. ഞാനാണെങ്കിൽ ഈ കാറിൽ കയറി കഴിഞ്ഞാൽ ചാരി കിടന്ന് പാട്ട് കേൾക്കുക, കാഴ്ച കാണുക, ഭർത്താവ് ഡ്രൈവറിനെ പോലെ വണ്ടി ഓടിക്കും, പല സ്ത്രീകളെ പോലെ ഞാനും ആ ഒരു എന്റർടൈൻമെന്റിന്റെ ആളാണ്. പക്ഷെ ഇത് കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ഹസ്ബൻഡിനെ തിരിഞ്ഞു നോക്കി. അപ്പൊ ഈ കണ്ണെനിക്ക് കാണുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചു. ആക്ച്വലി ഇവിടുന്ന് ഊരി വീണതൊക്കെ ഇത് അടഞ്ഞു പോയി. ഇപ്പുറത്തെ കണ്ണിലേക്ക് ബ്ലഡ് കയറുവാണ്. അപ്പൊ ഇതിങ്ങനെ മങ്ങി വരുന്നത് എനിക്ക് കാണാം, എനിക്കറിയാം. അപ്പൊ കുഞ്ഞിനെ ഞാൻ നോക്കുമ്പോ എല്ലാരും പറയും നീനയ്ക്ക് ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡാ, കുട്ടിയെ രക്ഷിക്കുന്നത് നീനയാണെന്നൊക്കെ പറയും. കാരണം ഈ സ്വിച്ച് എത്രത്തോളം 0 ആണല്ലോ മറ്റേ ക്രാഷ് ടെസ്റ്റില്. ഡാഷ്ബോർഡ് ഇത്രയും അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഞെരുങ്ങിപ്പോയി. ഈ കുട്ടി എന്റെ മടിയിലുണ്ടായിരുന്നു, ഞാൻ ഗ്ലാസ്സിൽ പോയി ഇടിച്ചു. അപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കും. ഉണ്ടായിരുന്നു. എന്റെയും എന്റെ ഫാമിലിയുടെയും ഭാഗ്യത്തിന് സീറ്റ് ബെൽറ്റ് മുകളിൽ നിന്ന് കട്ടായി പോയി. അപ്പൊ അത് ഭാഗ്യമാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ ക്ലാസ്സിൽ പോയി ഇടിച്ചില്ലായിരുന്നെങ്കിൽ സീറ്റ് ബെൽറ്റിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്റെ കുട്ടി ക്ലാസ്സിലൂടെ പുറത്തു പോവുകയും ചെയ്തേ. സോ ഇറ്റ് സേവ്ഡ്. ആ പോകുന്ന പോക്കിൽ ഇയാളെ ഞാൻ ഡാഷ്ബോർഡിന് അടിയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ കുട്ടി ഡാഷ്ബോർഡിന് അടിയിൽ സേഫായി. ഞാൻ തിരിച്ച് സീറ്റ് വന്നിരുന്നപ്പോ നമ്മള് എന്റെ മൊബൈൽ ഫോൺ എവിടെയെന്നൊക്കെ നോക്കുന്ന പോലെ ഞാൻ എന്റെ കുട്ടി എവിടെ നോക്കി അടിയിൽ നിന്ന് മടിയിലെടുത്ത് വെച്ചു. ഹസ്ബൻഡിനെ നോക്കിയപ്പോ ആളിങ്ങനെ സ്റ്റിയറിങ്ങിന്റെ മുകളിലേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ സ്റ്റിയറിംഗ് കാണുന്നില്ല, ആളുടെ നെഞ്ചിനകത്താണ് കയറിയിരിക്കുന്നത്. സോ ഐ അണ്ടർസ്റ്റുഡ് ഹീസ് ഗോൺ. ഞാൻ വിചാരിച്ചു അപ്പൊ സ്പോട്ടിൽ മരിച്ചു എന്നാണ് വിചാരിച്ചത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കണ്ണിങ്ങനെ തുറന്നിട്ട് എന്നെ ബേബി എന്നാണ് വിളിക്കുന്നത്. ഇത്ര പ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് കൊഞ്ചിച്ച് വിളിക്കുന്നതായിരിക്കും. ബേബി യോർ ഫേസ് എന്നിട്ട് പിന്നെ ബോധം കിട്ടും. ഞാൻ വിചാരിച്ചു എന്റെ ബോധത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോ ദിനു പറഞ്ഞ പോലെ അല്ല, ഭാഗ്യത്തിന് ഒരു ആംബുലൻസ് വന്നു. എവിടുന്നോ ദേവദൂതന്മാരെ പോലെ ഒരു ആംബുലൻസ് വന്നു. ഹൈവേ പെട്രോളിംഗ് ഒരു ഓമ്നി വാൻ ഇല്ലേ, അതാണ് ആംബുലൻസ്. ഒരാൾക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ കിടക്കും, ഭർത്താവ് കിടക്കും. അപ്പൊ ഭർത്താവ് കിടക്കണമെന്ന് തീരുമാനിച്ചു, കാരണം എനിക്ക് ബോധമില്ല. സോ കാറിന്റെ ഡോറ് വെട്ടിപ്പൊളിച്ചാണ് ഈ കക്ഷിയെ പുറത്തെടുക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിൽ തീരുമാനിച്ച എന്റെ ലൈഫ് ഇതോടെ തീർന്നു, ഇനി മുന്നോട്ട് എന്തെന്ന് നോക്കാമെന്ന് ഞാൻ എന്റെ മൈൻഡ് വർക്ക് ചെയ്യാം. കുട്ടി വല്ലാതെ കരയുന്നുണ്ട്. അപ്പൊ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് മദറാണ്. ബ്രസ്റ്റ് ഫീഡിങ് മദറിന് അറിയാം, കുഞ്ഞിന് മുലപ്പാൽ കൊടുത്താൽ ഏത് ക്രൈസിസിലും കുഞ്ഞൊന്ന് അടങ്ങും. അപ്പൊ ഞാൻ ശ്രമിച്ചു, ഞാൻ പാല് കൊടുക്കാൻ നോക്കിയിട്ട് ഈ കുട്ടി കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇറുക്കി അടച്ച് കരയുക. അപ്പൊ ഇവരെന്നെ പുറത്തെടുത്ത് നിർത്തി ഇതിന്റെ ഇടയിൽ. എന്നിട്ട് ഒരു കുട്ടിയെ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറയില്ല, കുട്ടിയെ ഞാൻ തന്നെ പിടിക്കുള്ളൂ, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്നെ പുറത്തെടുത്ത് നിർത്തിയപ്പോ ഞാൻ നിന്നപ്പോ എന്റെ മുഖത്ത് എന്തൊക്കെയോ റോഡിലേക്ക് വീണു. ബ്ലഡോ ഫ്ലഷോ കണ്ണോ മൂക്കോ അറിയില്ല. സോ ഐ വാസ് ലൈക്ക് ഓക്കെ. പിന്നെ എനിക്ക് ഇങ്ങനെ കാണാം, ഒരു ഫൗണ്ടൻ പോലെ ഇങ്ങനെ ബ്ലഡ് ചീറ്റുന്ന കാണാം. അപ്പൊ എനിക്ക് മനസ്സിലായി കാര്യമായ എന്തോ ഇഞ്ചുറി വന്നിട്ടുണ്ട്. പക്ഷെ പെയിൻ അപ്പൊ അറിയുന്നില്ല. ചെവി രണ്ടും മൂളുന്നുണ്ട്. ആക്സിഡന്റിൽ പെട്ടവർക്കറിയാം, തലയ്ക്കാണ് അടിക്കണമെങ്കിൽ ആ ഒരു ഒച്ചയെ നമുക്ക് പിന്നെ കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങളെ ആംബുലൻസിൽ കയറ്റി. ഇയാൾ കിടക്കുവാണ്, ഹസ്ബൻഡ് കിടക്കുവാണ്, ഞാൻ ഇരിക്കുന്നു, കുഞ്ഞ് മടിയിലിരിക്കുന്നു. കുഞ്ഞിനെ ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും എന്റെ ഫേസിൽ നിന്നുള്ള ബ്ലഡ് വീണ് കുഞ്ഞ് റെഡ് ആയിക്കൊണ്ടിരിക്കുക. സോ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോ എന്റെ ഓപ്പോസിറ്റ് ആ ഇടിച്ച് കാണുന്ന ഒരു ചേച്ചി ഇരുന്നിട്ട് എന്റെ മുഖം നോക്കി പേടിക്കുന്നുണ്ടായിരുന്നു. അയ്യോ എന്നൊക്കെ പറഞ്ഞ ആ ചേച്ചിക്ക് അറിയുക, ബിക്കോസ് എന്റെ ഫേസ്. അപ്പൊ പിന്നെ ഞാൻ ഉറപ്പിച്ചു മുഖത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പൊ ഞാൻ ചേച്ചി ഒരു മിനിറ്റ് കരച്ചിലൊന്നും നിർത്താമോ, ഫോൺ ഉണ്ടോ ചോദിച്ചു. അപ്പോഴാണ് എന്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്, ബിക്കോസ് ഡോണ്ട് നോ വേർ വി ആർ ഗോയിങ്. സോ ഞാൻ ആ ചേച്ചിയോട്, അപ്പൊ ചേച്ചിയുടെ ഫോണില്ല. ഞാൻ ചോദിച്ചു ഡ്രൈവറിനോടൊന്ന് ചോദിക്കാവോ ഫോൺ ഉണ്ടോന്ന്. അപ്പൊ ചേച്ചി ഡ്രൈവറിന്റെ കയ്യിൽ ഫോൺ വാങ്ങി. എന്റെ അമ്മയുടെ നമ്പർ എവിടെന്നോ ഇങ്ങനെ കറങ്ങുക നമ്പറൊക്കെ കിടന്ന്. സോ ഐ ടോൾഡ് ഹർ ദിസ് ഇസ് ദി നമ്പർ. ഒന്ന് വിളിച്ചിട്ട് പറയൂ നീന ആക്സിഡന്റിൽ പെട്ടു, ഈ സ്ഥലം എവിടെയാണെന്ന് പറയുക, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുക. ഇതിപ്പോ എടുത്തു പറഞ്ഞതിന്റെ കാരണം ഇതുകൊണ്ടാണ് എന്റെ മക്കൾ ഇത്രയെങ്കിലും തിരിച്ചു കിട്ടിയത്. കാരണം എന്റെ കമ്പനി അവരെ എന്റെ അമ്മയെ അറിയിച്ചു. അതാണ് ഫസ്റ്റ് കോൾ ടു സമ്മൺ. അവിടുന്ന് എന്റെ അമ്മ എന്റെ ബ്രദറിലൊക്കെ അറിയിക്കേണ്ടവരൊക്കെ പെട്ടെന്ന് അറിയിക്കുകയാണ്. എന്റെ കമ്പനിയിൽ വിളിച്ചു പറഞ്ഞു, മലയാള മനോരമയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവരോടുള്ള എന്റെ നന്ദി എനിക്ക് പറഞ്ഞാൽ തീർക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു അവസരത്തിൽ ഒരു ഹോസ്പിറ്റലിനെ പറ്റി അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്നെ കൊണ്ടുപോയത് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാണ്.
അവിടെ അന്നൊരു ഓർഗൻ ഡൊണേഷൻ നടക്കുന്നത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് സർജറിക്ക് വേണ്ടി ഒരു സ്പേസ് കിട്ടി. അതായത് ആ ഓർഗൻ ഡൊണേറ്റ് ചെയ്യേണ്ട ആൾ വന്നില്ല. സോ ആ തിയേറ്റർ എൻ്റെ ഭർത്താവിനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്, കാരണം ചെസ്റ്റിൽ കൈവയ്ക്കുമ്പോൾ അതിങ്ങനെ മുഴുവൻ അനങ്ങാണ്. സോ ഐ ക്യാൻ ഫീൽ ദി ബോൺ മൂവിങ്. അവർ പോയി, എൻ്റെ കുട്ടി എങ്ങോട്ട് കൊണ്ടുപോയി, എന്നെ കാഷ്വാലിറ്റിയിൽ കിടത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കാഷ്വാലിറ്റിയിലൊക്കെ അതിഗുരുതരാവസ്ഥയിൽ പ്രത്യേകിച്ച് മുഖമൊക്കെ പോയവരാണെങ്കിൽ അറിയാൻ പറ്റും, നാട്ടുകാർ കാണാൻ വരും. ഒരു ഡിസാസ്റ്റർ ടൂറിസം നമ്മുടെ നാട്ടിലൊരു ഫാഷനാണ്. ഉരുള് പൊട്ടിയാൽ അവിടെ കാണാൻ പോവുക, ആക്സിഡന്റ് പറ്റിയാൽ അവിടെ കാണാൻ പോവുക. എന്നെയും കാണാൻ കുറെ പേര് വന്ന്, എന്നിട്ട് ഇതാണല്ലേ മുഖം കണ്ട എന്റെ തീരുമേ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കൊള്ളാം. അപ്പൊ മുഖത്തിന് ഒരു ശരിക്ക് തീരുമാനമായി. ദെൻ അവിടെ വെച്ച് കണ്ടുപിടിക്കപ്പെട്ടു എൻ്റെ ആർട്ടറി കട്ടാണെന്നുള്ളത്, മെയിനായിട്ട് ബ്ലഡ് പോകുന്ന. അത് സ്റ്റിച്ച് ചെയ്തു, കണ്ണ് കൂട്ടി സ്റ്റിച്ച് ചെയ്തു. അതായത് അവര് മുഖം മുഴുവൻ ഗ്ലാസ് പീസസ് ആയിരുന്നു, കൺപോൾ അവിടെ, മുഖം ഇവിടെ, ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നുകൊണ്ട് കിട്ടിയതൊക്കെ അവർ തുടച്ചു കളഞ്ഞു അവിടെ അസിസ്റ്റ് ചെയ്തിരുന്നവര്. സോ അന്ന് രാത്രി ഈ പാച്ച് വർക്കൊക്കെ കഴിഞ്ഞിട്ട്, പിന്നെ നമുക്ക് അറിയാം ആക്സിഡന്റ് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്കാണ് അടിയിട്ടേക്കണമെങ്കിൽ അനസ്തേഷ്യ തരാൻ പറ്റില്ല. അപ്പൊ ബോണസ് ആണ് സ്റ്റിച്ച് ചെയ്യുന്ന വേദന. സോ അവര് പറയും നമുക്ക് അനസ്തേഷ്യ തരാൻ പറ്റത്തില്ല, അപ്പൊ അല്ലാതെ തന്നെ സൂച്ചർ ചെയ്യാൻ പോവാണ്. നമ്മൾ ചെയ്തോളും. പിന്നെ നമ്മളിങ്ങനെ സ്ട്രെച്ചറിൽ മുറുക്കെ പിടിച്ചു, അവര് പച്ചയ്ക്ക് സൂച്ചർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മളെ സൈഡാക്കി കിടത്തി. അതിനുശേഷം എന്റെ കമ്പനി ഇടപെട്ടിട്ടാണ് അന്ന് രാത്രി വെളുപ്പിന് 3 മണിയോടെ എന്നെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, അദ്ദേഹം എന്റെ ദൈവമാണ്, സെന്തിൽ കുമാർ. അദ്ദേഹം എന്നോട് പറഞ്ഞു മുഖം പോയി, ഐ തിങ്ക് യു ആർ എ ബോൾഡ് വുമൺ. ഞാൻ പറഞ്ഞു ഐ ആം ബോൾഡ്, യു ക്യാൻ ടോക്ക് ടു മീ. ഈ സെറ്റ് ഫേസ് ഓൾമോസ്റ്റ് പോയി, കാരണം നമുക്കൊരു സ്കിൻ പോലും, അല്ലെങ്കിൽ ഒരു കാർട്ടിലേജ് എന്ന് പറയും, നമ്മുടെ കൺപോള നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് പുച്ഛമായിരുന്നു കേട്ടോ ഈ കൺപോള, പുരികം എന്നൊക്കെ പറയുന്നതിനൊക്കെ. പക്ഷെ കൺപോളയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത്. ഈ കൺപോളയുടെ അകത്തൊരു എല്ലുണ്ട്, കാർട്ടിലേജ് എന്നാണ് പേര്, അറിയാത്തവർക്ക് എല്ലാവർക്കും അറിയാൻ വരും. സോ ആ സാധനമൊക്കെ അവർ തുടച്ചു കളഞ്ഞതുകൊണ്ട് ഒന്നും ബാക്കിയില്ല. സോ വച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ദെൻ അവരെന്നോട് പറഞ്ഞു ടൈം എടുക്കും, അതുകൊണ്ട് ആദ്യം ഇതൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. പിന്നെ എന്നെ ഇരുത്തുവാണ് ചെയ്തത്, കിടക്കാൻ പറ്റത്തില്ല, ഫുൾ ബ്ലൂ കളറാണ്. തല ഇടിച്ചത് കൊണ്ട് ഇനി എന്ത് സംഭവിക്കുന്ന അറിയാത്തതുകൊണ്ട് ഇവരെന്നെ കൊണ്ട് ABCD ചൊല്ലിക്കുന്നു, 1 2 3 ചൊല്ലിക്കുന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾ എന്റെ ഓർമ്മ പരിശോധിക്കുന്നു. നടക്കാൻ പറ്റില്ലായിരുന്നു, കാരണം നിന്നാലപ്പം തന്നെ മറിഞ്ഞു വീഴും, ബിക്കോസ് ബാലൻസ് ഇല്ല. അങ്ങനെ അത് കിട്ടാൻ കുറച്ച് കാലം എടുത്തു. സോ എല്ലാ ദിവസവും നടത്തിച്ചു നോക്കും. അപ്പൊ ഞാൻ ആദ്യം അച്ഛനും അമ്മയൊക്കെ പിടിച്ച് നടന്നിരുന്നു, പിന്നെ മതിലിൽ പിടിച്ച് നടന്നു നോക്കി നടക്കാൻ പറ്റുമെന്ന്. അതിനുശേഷം എന്റെ 1-2 പ്രാവശ്യം അവര് ഐലിട്ട് വയ്ക്കാൻ ശ്രമിച്ചു, പാളിപ്പോയി. 3ാമത്തെ പ്രാവശ്യം എന്തോ ആണ് അത് സക്സസ് ആവുന്നത്. അത് കാലിൽ നിന്ന് ഒരു വലിയ പാച്ച് എടുത്തിട്ടാണ് കണ്ണിൽ വെച്ചിരിക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് അറിയാം നമ്മുടെ എന്ത് വേദനയും നമുക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ ഈ പാച്ച് എടുത്തിരിക്കുന്നുണ്ടല്ലോ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. ബിക്കോസ് കാലൊന്നും എടുക്കുമല്ലോ, ആ സ്കിൻ അവിടെ ഇല്ലല്ലോ. രാത്രി കിടന്നുറങ്ങും ഇത് ഉണങ്ങും, രാവിലെ നമ്മൾ കാലെടുക്കും ഇത് ഫ്രഷ് ആയി വീണ്ടും മുറിവിന്ന് ചോര വരും. സോ ദാറ്റ് ഇസ് ഹെൽ ഓഫ് എ പെയിൻ. അതെല്ലാം ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സമയത്താണ് അപ്പൊ എന്റെ കുട്ടി എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഈ ഇത് കണ്ടപ്പോ ഞാൻ ആ പെൺകുട്ടിയുടെ കണ്ടപ്പോ എനിക്ക് ഹൃദയത്തിൽ എന്തോ കുത്തുന്ന പോലെ വന്നു. കാരണം എന്താ വെച്ചാല് എന്റെ കുഞ്ഞ് അയാള് 7 മാസമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളിങ്ങനെ ലൈഫ് ആസ്വദിച്ച് വരുവാണല്ലോ. എന്റെ കുഞ്ഞിനെ എന്റെ വീട്ടുകാർ കൊണ്ടുപോയി, എന്റെ ചേച്ചിയാണ് നോക്കുന്നത്. അപ്പൊ ഹസ്ബൻഡ് ക്രിട്ടിക്കലായിട്ട് 3 ദിവസം കഴിഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാൻ. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പൊ എന്നോട് എല്ലാവരും ചോദിച്ചു നീ എന്താ കരയാത്തത്? കരഞ്ഞ മരിക്കാൻ പോകുന്ന ആള് ജീവിക്കത്തില്ല. സോ വെയിറ്റ്, വെറുതെ കരഞ്ഞ് കണ്ണീര് കളയാതെ വെയിറ്റ് ഫോർ ഹിം ടു കം ബാക്ക്. ഐ വാസ് വെരി ഹോപ്പ്ഫുൾ. 3ാമത്തെ ദിവസം അവർ പറഞ്ഞു ജീവിക്കും, വെന്റിലേറ്റർ സപ്പോർട്ടിലാണെങ്കിലും ജീവിക്കും. പിന്നെ അതിന്റെ കുറച്ച് തുടർക്കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുന്ന. ആൾക്ക് സംഭവിച്ചത് 9 വാരിയലിൽ ഒടിഞ്ഞ്, 1 കിഡ്നിയിൽ കയറി, 1 ലങ്സിൽ കയറി, ബാക്കിയെല്ലാം ഇൻറ്റസ്റ്റൈനിൽ കയറിയിട്ട് കുടലിൽ 21 ഹോൾസും 3 കഷ്ണമായിട്ട് കുടൽ മുറിഞ്ഞു പോയി. അതിലൊരു പീസ് എടുത്ത് കളഞ്ഞു. അപ്പൊ ഇത്രയൊക്കെയാണ്. അപ്പൊ അവിടെ പറഞ്ഞ വേറൊരു കാര്യം കേട്ടോ, ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം, എന്റെ ഹസ്ബൻഡ് 6 പാക്ക് ആയിരുന്നു ആ സമയത്ത്, ഭയങ്കര ഫ്രീക്കായിരുന്നു ബോഡി ബിൽഡിങ്. അതൊന്നുകൊണ്ട് മാത്രമാണ് അയാൾ ജീവിച്ചത്. അയാൾക്കൊരു കൊടവയറായിരുന്നെങ്കിൽ അയാൾ മരിച്ചു പോയനെ. സോ ഇന്ന് മുതൽ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുക. അന്യരും കൂടി ശ്രദ്ധിക്കണം, നമ്മളൊക്കെ ജീവനോടെയും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ. സോ അറ്റ്ലീസ്റ്റ് മേക്ക് യുവർ ടമ്മി ഇൻടാക്ട്. ഒരു 6 പാക്ക്. അപ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതമായി. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഒരു വിഷമം കൊണ്ടാണ് ആളിപ്പോൾ നടക്കുന്നത്. പക്ഷെ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഇതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിന്റെ കാര്യം വന്നപ്പോ
എന്റെ കുട്ടിയെ കാണാൻ പറ്റില്ലല്ലോ കുറെ നാളായിട്ട്. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത അമ്മമാർക്കൊക്കെ അറിയാം, നമ്മുടെ ബ്രസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ പഴുക്കും. കുഞ്ഞ് പാല് കുടിച്ചില്ലെങ്കിൽ അത് പഴുക്കും. സോ ഇറ്റ് സ്റ്റാർട്ടഡ് സ്വെല്ലിങ്, മഞ്ഞ കളറ് പഴുത്ത് വരുന്നു. സോ അന്ന് അവിടെ ഉണ്ടായിരുന്ന നഴ്സ് വലിയൊരു ഈ പശുവിനെയൊക്കെ കുത്തിയിരിക്കുന്ന സിറിഞ്ചില്ലേ, അതുപോലെ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് വലിച്ചു തുടങ്ങി. പമ്പൊന്നുമില്ല എൻ്റെ കയ്യിൽ. അപ്പൊ ബ്ലഡും പസ്സും കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ ദേ ഹാഡ് ടു ഡു ഇറ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു കുഞ്ഞൊന്നും ഉണ്ടായിരുന്നെങ്കിൽ, അവനൊന്നും ഉണ്ടായിരുന്നെങ്കിൽ സാറില്ല, അവനെനിക്ക് കാണാമല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിനെ, അവന്റെ മുഖത്ത് വൂൺസ് ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കി പത്രം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെയും ലെഫ്റ്റ് ഐലിഡ് റൈറ്റ് ഐലിഡിന്റെ ഒരു പീസ് പോയി. അതിനി 18 വയസ്സൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോ ഞാൻ നോക്കുമ്പോൾ കുട്ടി തടിച്ചിരിക്കുന്നുണ്ട്, നല്ല ക്യൂട്ടായിട്ട്. ഇവൻ എന്നെ നോക്കി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുവാണല്ലോ, ഫേസ് ഒക്കെ ഒന്നുമില്ല, ഉരുകയില്ല, കൺട്രോളില്ല, ഒന്നുമില്ല, ഇങ്ങനെ മെഴുകു പോലെ ഇരിക്കുകയാണ്, സ്ലൈമി ആയിട്ട്. അപ്പൊ എന്റെ ചേച്ചി താങ്കളെ പോലെയാണ്, തൊട്ടക്കരയും കരയില്ലേ. സോ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് എന്റെ അടുത്തേക്ക് ദേ അമ്മ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നോക്കി. അപ്പൊ എന്റെ ചുണ്ടൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുക, ചുണ്ടൊന്നുമില്ല. ഞാൻ ബബാന്ന് അവനെ ഞങ്ങൾ വിളിക്കുന്നത്. ഞാൻ ഇങ്ങനെ വായ ബബാന്ന് വിളിച്ചു. കുട്ടി ഇങ്ങനെ ചുറ്റും നോക്കുക, ആരാ എന്നെ വിളിച്ചത്, എവിടെയോ പരിചയമുള്ള ഒരു ശബ്ദം. എന്റെ ഫേസിലേക്ക് നോക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞ് ഞാൻ ബബാ അമ്മയാന്ന് പറഞ്ഞു. കുട്ടി എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ എന്റെ സിസ്റ്റർ കുട്ടി എന്റെ മടിയിലേക്ക് വെച്ചു തന്നു. ഈവൻ ഇങ്ങനെ നോക്കിയിട്ട് ഈ കൂടി അണ്ടർസ്റ്റാൻഡ്, റെക്കഗ്നൈസ് മീ. എന്നെ തിരിച്ചറിഞ്ഞില്ല അവന്. അമ്മയെ ഏത് അവസരത്തിലും കുട്ടി തിരിച്ചറിയുന്നൊക്കെ പറയുന്നത് വെറുതെ. എന്റെ കുട്ടി എന്നെ തിരിച്ചറിഞ്ഞില്ല. ഈ വാസ് ലൈക്ക് തിരിഞ്ഞിട്ട് എന്റെ ചേച്ചി നോക്കി അമ്മ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത് പോയി. അത്രയും ആക്സിഡന്റ് ആയിട്ട് അപ്പോഴാണ് ഞാൻ കരയുന്നത്. കരഞ്ഞു എന്ന് പറഞ്ഞാൽ തകർന്ന് കരഞ്ഞു. ബിക്കോസ് എനിക്ക് മനസ്സിലായി, എന്റെ കുഞ്ഞിന് എന്നെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താണ്. അതൊക്കെ ഓരോ തിരിച്ചറിവാണ്. ആക്സിഡന്റ് കഴിഞ്ഞ് സർവൈവ് ചെയ്യണവന് ഭയങ്കര ഇൻസൈറ്റ് കിട്ടും. എന്റെ മുഖത്തെ സകല സ്റ്റിച്ചുകളും പൊട്ടി, ചോര ഒഴുകി, ഞാൻ കരഞ്ഞു, അവിടെ നിന്ന് കരഞ്ഞു. അപ്പൊ എന്റെ സിസ്റ്ററോട് ഒരു കുട്ടിയെ കൊണ്ടുപോകണം പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇത് മാറി മുറി ഉണങ്ങി ഞാൻ വീട്ടിൽ ചെന്ന് പുതിയൊരാളെ പോലെ എന്റെ കുട്ടിയെ വളച്ചെടുക്കും. അങ്ങനെ തന്നെയാണ് ഞാൻ വളച്ചെടുത്തത്. പക്ഷെ അന്ന് എനിക്ക് കുറച്ച് തിരിച്ചറിവുകൾ കിട്ടി. ഞാനൊരു കണ്ണാടി എടുത്ത് മുന്നിൽ വെച്ചിട്ട് ബാക്കിയുള്ള മുടിയൊക്കെ മര്യാദയ്ക്ക് കെട്ടി വെച്ചിട്ട് ഈ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ എന്റെ അമ്മ ചോദിച്ചു, എന്താണ് എന്റെ പ്രശ്നം, ഔട്ടായോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് എനിക്കൊരു മുഖമില്ല. ഇനി നമ്മൾക്കൊക്കെ നമ്മുടെ മുഖത്തൊരു കുരു വന്നു കഴിഞ്ഞാൽ എന്ത് വിഷമമായിരിക്കും അല്ലേ? ആക്ടേഴ്സിനോട് ചോദിച്ചറിയാം. നിങ്ങളുടെ ആ ഇങ്ങി പോകാന്ന് തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. പല ആളുകളും പലതും ചെയ്യും. എനിക്കൊരു മുഖമേ ഉണ്ടായില്ല. സോ ഞാൻ മനസ്സിലാക്കി, ഇറ്റ്സ് നോട്ട് യുവർ ഫേസ്, ഇറ്റ്സ് നോട്ട് വാട്ട് ദി സൊസൈറ്റി തിങ്ക് അബൌട്ട് യു. സമൂഹം നിങ്ങൾക്ക് തരുന്ന ഇമേജ് അല്ല നിങ്ങൾ അന്ന് വരെ ആർജിയായിരിക്കും. അതിനുശേഷം ഞാൻ ആവോ. എന്റെ കമ്പനി പറഞ്ഞു, വീണ്ടും ഞാൻ പറയണം, എന്റെ കമ്പനി എന്നോട് പറഞ്ഞു, whenever you come back, സംസാരിക്കാൻ പറ്റുമെങ്കിൽ that seat is yours. I was like, ആ ഭാഗം സേഫായി. പക്ഷെ ഇനി എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെയായിരിക്കും മുഖം. ഇനി കണ്ണാടി നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്റെ മുഖം? നമ്മള് ചില റീലൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരാളിങ്ങനെ നടന്നു പോകും, മുഖത്ത് ഇങ്ങനെ പാക്കൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് അയാൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ അമ്മ എങ്ങനെ പേടിക്കും. അപ്പൊ അത് കണ്ട് നമ്മൾ ചിരിക്കും. പക്ഷെ എന്റെ അവസ്ഥ ശരിക്കും അതായിരുന്നു. പിന്നീട് പല ദിവസങ്ങളോളം കണ്ണാടിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഇതാരാ, ഇത് ഞാനാണല്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. തിരിച്ചറിയാൻ പറ്റാതായിരിക്കും എന്നെ. പക്ഷെ ആ ഒരു ഇൻസിഡന്റ് എനിക്ക് ഒരുപാട് റെവലേഷൻസ് ഉണ്ട് എന്റെ ജീവിതത്തിൽ. ഹമ്പിൾ ആകാൻ, മുഖമല്ല ഞാൻ, ഈ വ്യക്തിത്വം എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജും നമ്മൾക്ക് മറ്റുള്ളവർ തരുന്ന ഇമേജും അല്ല നമ്മൾ. അതിന്റെ ഉള്ളിൽ എന്താണ്, നിങ്ങൾ വീൽ ചെയറിലായിരിക്കുമ്പോൾ, നിങ്ങൾക്ക് മുഖമില്ലാതാവുമ്പോൾ, നിങ്ങൾ എന്നോട് പറഞ്ഞത് 2 വർഷമേ ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ നോർമൽ ആയിരിക്കും. അതിനുശേഷം എന്ത് പറ്റും എന്ന് അവർക്ക് തന്നെ അറിയില്ല. ചിലപ്പോ ബ്ലഡ് ഫ്ലോ ഒക്കെ ഇത്തിരി പ്രശ്നമായാലോ. കാരണം ഇവിടെ നമ്മോട് അതിലും കഷ്ടം, പിന്നെ നട്ടെല്ല് ലൂസായി പോയി എന്നുള്ളതാണ്. ഇവിടെ ഇടിച്ചിട്ട് ഇവിടെ നമ്മോട് ഭയങ്കര ഫ്രജൈൽ. അതായത് ഇരിക്കാൻ മേല, നിൽക്കാൻ മേല, കുട്ടിക്ക് പാല് കൊടുക്കാൻ മേല, ഷോ ചെയ്യാൻ വേണ്ടി സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല, കുറച്ചേരം ഇരുന്ന് എഴുന്നേറ്റ് നിൽക്കണം. എന്റെ ജീവിതത്തിൽ 2 വർഷത്തോളം ഞാൻ അലമാരയിലൊക്കെ ചാരിന്ന് ഉറങ്ങിയിട്ടുണ്ട്. കാരണം രാത്രി കിടന്നാ ഉറങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ വേദന കാരണം എഴുന്നേക്കും, എന്നിട്ട് അലമാരയിൽ ചാരി നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ ഇരിക്കും, കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ 2 വർഷം ജീവിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി എന്റെ ലൈഫ് മിക്കവാറും ഇങ്ങനെയായിരിക്കും. സോ ഐ വുഡ് സേ നമ്മൾ ഓരോരുത്തരും ഒരു വലിയ തിരിച്ചറിവ് കിട്ടിയവരാണ് ലൈഫിൽ. ഈ കഴിഞ്ഞ 7 മാസങ്ങൾക്ക് മുന്നേ ഒരു സുപ്രഭാതത്തിൽ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ വലതുവശം തളർന്നുപോയി. അത് കോവിഡിന്റെ ആ സമയത്തിന്റെ ഇടയില. വലത് കൈയും ഇടത് കൈയും ഇത് ഇടതല്ലേ, അതെ, ഇടത് കൈയും ഇടത് കാലും അനങ്ങുന്നില്ല. ഞാൻ വിചാരിച്ചു വാട്ട് ഇസ് ഹാപ്പനിങ്. ഞാൻ വിചാരിച്ചു വെറുതെ മരവിപ്പായിരിക്കും. അല്ല, മറിഞ്ഞു വീണു. അപ്പൊ എന്റെ ഹസ്ബൻഡ് അവിടെ ഇരിക്കുന്നുണ്ട്. ആളെന്നെ താങ്ങിയെടുത്ത് ബെഡിൽ കൊണ്ടേ കിടത്തിയപ്പോ
മാത്തു ചോദിച്ച അതേ ചോദ്യം ഞാൻ ചോദിച്ചു, ഇതോടെ തീർന്നല്ലേ എന്റെ കത്തിക്കല്? അപ്പൊ പുള്ളി പറഞ്ഞില്ല, യു വിൽ കം ബാക്ക്, യു ഹാവ് ഓൾവേസ് കം ബാക്ക്, നീ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ഇല്ല, കുഴപ്പമില്ല. അപ്പൊ അന്ന് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ പുതിയൊരു തീരുമാനം എടുത്തു. കാരണം ഇനി ഇവിടെ നിന്ന് എഴുന്നേറ്റല്ലെങ്കിൽ ഞാൻ വീൽ ചെയറിലോ അല്ലേ, വീൽ ചെയറിലാകൽ ഒരു സുഖമുള്ള കാര്യമാണ്, നമുക്ക് മൊബിലിറ്റി നഷ്ടപ്പെടും. അപ്പൊ ഞാൻ ആലോചിച്ചു, വീൽ ചെയറിലായാൽ എനിക്ക് എന്ത് വീൽ ചെയറിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അന്ന് മുതൽ ഒരു 2-3 ചേച്ചിമാരെ ഞാൻ അങ്ങനെ എടുത്തു. അതായത് ജന്മന പ്രശ്നമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പ്രോബ്ലം സംഭവിച്ച ചേച്ചിമാരെ എടുത്തിട്ട് ഇപ്പൊ ഞാൻ അവരുടെ ചെറിയ ചെറിയ പ്രോഡക്ട്സ് വിറ്റ് കൊടുക്കുകയാണ്. അതായത് അവരുണ്ടാക്കുന്ന പേപ്പർ, പെൻസ്, അവരുണ്ടാക്കുന്ന സഞ്ചികൾ, അവരുണ്ടാക്കുന്ന സാധനങ്ങൾ, കൊട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ബൾക്കായിട്ടൊക്കെ എമൗണ്ട് എടുത്ത് ബൾക്കായിട്ടൊക്കെ ഓർഡർ പിടിച്ച് അവർക്ക് ചെയ്യാൻ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഐ കുഡ് ഡു ദാറ്റ്. എനിക്കറിയില്ല ഞാൻ തിരിച്ചു വരുള്ളൂ, പക്ഷെ അന്ന് ഞാൻ അങ്ങനെയാണ് അതിനെ ഉപയോഗിച്ചത്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ആക്സിഡന്റ്. ഇപ്പൊ ഇവിടെ പറഞ്ഞ എല്ലാവരും പറഞ്ഞത് കെയർഫുൾ ആകുക എന്നാണ്. സത്യമാണ്, നമ്മൾ കെയർഫുൾ ആകുക. മറ്റൊരുത്തിന് ഒരു ഉപദ്രവം ചെയ്താണ്ടല്ലോ കണ്ണടച്ച് ഉറക്കം വരില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ. ആ ഗിൽറ്റ് നമ്മളെ കൊന്നുകൊണ്ടിരിക്കും ഓരോ നിമിഷവും. പക്ഷെ മറ്റൊരാളുടെ തെറ്റുകൊണ്ട് അശ്രദ്ധ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റി എന്ത് ചെയ്യണം? നമ്മൾ അതിൽ നിന്ന് ഉയരണം. ഒരു പടി കൂടി മുന്നിൽ എന്ത് ചെറുതായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കണം. തളരരുത്. പറയാൻ എളുപ്പമായിരിക്കും മറ്റൊരാൾക്ക്, എനിക്ക് പറയാം അല്ലേ, എനിക്ക് പറയാം, തളരാൻ പാടില്ല. എല്ലാവരും സർവൈവേഴ്സ് ആണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു വൻ കഥ പറയാനുണ്ടാവും. സോ ഈ ആക്സിഡന്റിന് ശേഷം ഇപ്പൊ എന്നെ ഇവിടെ നിർത്തി എന്റെ കഥ പറയിക്കുന്നുണ്ടല്ലോ. കാരണം ഞാനൊരു വിന്നറാണ്, സർവൈവർ ആണ്, പോരാളിയാണ് എന്നൊക്കെ പലരും പറയും. വിന്നർ, യു വൺ ഇറ്റ്. ഐ ഹാവ് നോട്ട് വൺ ഇറ്റ്. ഐ ആം എൻ ഇറ്റേണൽ ഫൈറ്റർ. അന്ന് മുതൽ ഒരു നിത്യ ഫൈറ്ററായി മാറി ഞാൻ. കാരണം ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ എന്നും അവനൊരു യുദ്ധമാണ്. എന്ത് സംഭവിക്കുന്ന അറിയാത്തവന് പ്രത്യേകിച്ചു. അതിലൊരു നഷ്ടം വന്നവന് അതെന്നും എന്നും ഒരു യുദ്ധമാണ്. ടിൽ യുവർ ഡെത്ത്, മരണം വരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും. ആ പോരാട്ട വീര്യമാണ് ചോർന്നു പോകാൻ പാടില്ലാത്തത്. ആസ് എൻ ആക്സിഡന്റ് വിക്ടിം ഐ ആം ടെല്ലിങ് യു, അതാണ് ചോർന്നു പോകാൻ പാടില്ലാത്തത്. അപകടം വന്നാൽ അതിനെ പുറകെ വിടുക. അതായത് നമുക്ക് അതിനുശേഷം ഐ തിങ്ക് അനൂപ് സർ ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു, ആ ഒച്ച, ഥഡ് എന്ന് പറഞ്ഞ ഒച്ച ഭയപ്പെടുത്തിയിരുന്നു. എനിക്ക് പോസ്റ്റ് ട്രോമാറ്റിക് ഇത് വന്നായിരുന്നു, സിൻഡ്രോം, അതായത് ഡിസോർഡർ. അതായത് ഒരു കാർ അതിനുശേഷം മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അലറി വിളിക്കും. എനിക്കെന്നെ അറിയാൻ പറ്റില്ല ഞാൻ അലറുകയാണെന്ന്. എൻ്റെ ഹസ്ബൻഡ് ഒരു കാം ഡൗൺ ബേബി, ഇറ്റ്സ് ഓക്കെ. അതായിരുന്നു എനിക്ക് സംഭവിച്ചത് ഒരു കുറെ വർഷങ്ങളോളം. ഈ അടുത്ത് എന്തുവാണ് അത് ഞാൻ ഹീൽ ചെയ്തത് സ്വയം. പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയില്ല ആ ഒരു സാഹചര്യത്തിൽ വന്ന് നമ്മുടെ മനസ്സ് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത്. ഐ യൂസ് ടു സ്ക്രീം. റോഡിൽ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു എനിക്ക്. എൻ്റെ കുഞ്ഞ് അതിനുശേഷം മാസങ്ങളോളം ചെറിയൊരു മിക്സിയുടെ ഒച്ച കേട്ടാ, ഒരു ഓട്ടോറിക്ഷ പോകുന്ന കേട്ടാൽ, കുക്കർ വിസിലടിച്ചാൽ അലറി കരയും. ആ ഒച്ചയുടെ ഇമ്പാക്റ്റാ. ആക്സിഡന്റ് ആകുമ്പോൾ നല്ല ഒച്ചയായിരിക്കുമല്ലോ, വെടിക്കെട്ട് പോലെ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഫൈറ്റിങ് ഇറ്റ്. അതിന് മുന്നോട്ട് സർവൈവ് ചെയ്യുക, അതിന് മുന്നോട്ട് ഫൈറ്റ് ചെയ്യുക. നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു. ഓൾസോ മറ്റുള്ളവന്റെ കെയർലെസ്നെസ് നമ്മൾ ദൂരെ നിന്ന് കണ്ടാൽ വണ്ടി സൈഡാക്കി ഇറങ്ങി ഓടിക്കും. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ നേരെ പാഞ്ഞു വരുന്ന ഒരു കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഇറങ്ങി ഓടാനുള്ള ഗ്യാപ്പ് ഉണ്ടായില്ല. 15 അടി എന്തോ മുന്നേ വെച്ചാണ് എന്നൊരു ഇടി ഇടിച്ച്. സോ കഥ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീയിങ് കെയർഫുൾ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഇഫ് സംതിങ് ഹാപ്പൻസ്, ഓവർകം ഇറ്റ്. എനിക്ക് ഒരു സജഷനും കൂടി ഉണ്ട്. ഇപ്പോൾ താങ്കളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ വളരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ, അനന്തകൃഷ്ണൻ സാർ, ഷഫീഖ് സാറൊക്കെ, വിനോദ് സാറിനൊക്കെ പേഴ്സണലി ഒരുപാട് സഹായങ്ങൾക്കും ഷോ റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ ഞാൻ വിളിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ബൈക്കിന്റെ മുകളിൽ ക്യാമറ വെക്കുന്നവരെ പിടിക്കുന്നുണ്ടായിരുന്നു? അത് ഞാൻ സമ്മതിച്ചു, കാരണം അവർ സ്റ്റണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം, അത് പറയാൻ ഇതിലും നല്ലൊരു വേദിയില്ലെന്ന് തോന്നുന്നു. എല്ലാ വെഹിക്കിൾസിലും ഒരു ഡാഷ്ബോർഡ് ക്യാമറ മാൻഡേറ്ററി ആക്കിയാൽ ഈ കേസുകളിലുള്ളൊരു ദൈർഘ്യം കുറയ്ക്കാമെന്ന് തോന്നുന്നു. 5-6 വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു കേസ്. ഡാഷ്ബോർഡ് ക്യാമറ ഉണ്ടെങ്കിൽ ഇടിച്ചത് ഇവനാണെങ്കിൽ പോലും, അതായത് ഇപ്പം എൻ്റെ വണ്ടി ആണ് ഇടിച്ചെങ്കിൽ പോലും എനിക്കത് തെളിയിക്കാൻ അല്ലെങ്കിൽ എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഡാഷ്ബോർഡ് ക്യാമറാസ് ഒരു വണ്ടിയിലുണ്ടെങ്കിൽ വേറൊരു ആക്സിഡന്റ് പോലും നമുക്ക് ആ വഴി പോയൊരു വണ്ടിയിൽ നിന്ന് ചിലപ്പോൾ തെളിയിക്കാൻ പറ്റിയേക്കും. അത് കുറച്ചുകൂടെ എളുപ്പമാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. CCTV ഫുട്ടേജ് വെച്ച് നമ്മൾ പലതും പിടിക്കാറുണ്ട്, പലതും കാണാറുണ്ട്. So why not a dashboard camera mandatory in every vehicle, including scooter and cycle and auto rickshaw and every vehicle? At least the വിക്ടിംസിന്റെ കേസിലുള്ള ലാഗും അതിലുള്ള ഒരു മാനസിക സംഘർഷമുണ്ട്. കോടതി കയറി ഇറങ്ങി നടക്കുക. ഞാൻ എൻ്റെ ഭർത്താവൊക്കെ ജോലി നിർത്തി. അദ്ദേഹത്തിന്റെ ക്ലിനിക്ക് ഡെന്റിസ്റ്റ് ആണ്. ക്ലിനിക്കൊക്കെ തുടങ്ങാൻ ഒരുപാട് കാലതാമസം എടുത്തു.
നമ്മൾ ഒരു പേഷ്യന്റിനൊക്കെ അല്ലെങ്കിൽ ഒരു 5-6 പേഷ്യന്റൊക്കെ ലൈനപ്പ് ആയിരിക്കുന്ന ദിവസം കേസ് വിളിച്ചാൽ എല്ലാം ക്യാൻസലാണ്. അപ്പോൾ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ ആലോചിച്ചു. സോ അത് മാത്രമാണ് എനിക്ക് വെക്കാനുള്ള ഒരു സജഷൻ. ആൻഡ് നമ്മളെല്ലാം വിന്നേഴ്സ് തന്നെയാണ്, ഫൈറ്റേഴ്സ് ആണ്. വി ഹാവ് ടു മൂവ് ഓൺ. ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഈ ഒരു റേജ് പിടിച്ച അല്ലെങ്കിൽ ഒരു ഭ്രാന്ത് പിടിച്ച ലോകമാണ്. രാത്രി പാതിരാത്രി ബൈക്കും എടുത്ത് പുറത്തിറങ്ങി റേസ് ചെയ്യുന്ന പിള്ളേര്. നല്ലൊരു നീക്കമാണ്. 25,000 രൂപ പേരൻസിന് പിഴ, 25 വയസ്സ് വരെ ലൈസൻസ് കൊടുക്കൂല, അണ്ടർ ഏജിലുള്ള ആളുകൾ അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഒരു തീരുമാനമാണ്. അതിനെപ്പറ്റി 1-2 വാർത്തകളൊക്കെ പത്രത്തിൽ വരുമ്പോൾ സന്തോഷം വരും. സോ വെറുതെ ആഗ്രഹിക്കാമല്ലോ, ടാക്സി കൊടുത്തില്ലെങ്കിലും ഇനിയും ഇത്തരം മിസ്സാപ്സ് ഒന്നും സംഭവിച്ചിട്ട് കുടുംബങ്ങൾ തകരാതിരിക്കട്ടെ. ഞാൻ എൻ്റെ കുഞ്ഞും ഭർത്താവും അറ്റ്ലീസ്റ്റ് ഇയർ ലൈഫ്. ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ് ടു ദി യൂണിവേഴ്സ്. ആൻഡ് ഈ ഒരു വെന്യൂലേക്ക് എന്നെ വിളിച്ചതിന് താങ്ക് യു സോ മച്ച്. നന്ദി.